ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കിയാൽ താൻ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കും എന്നാണ് ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ഗിർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ അട്ടിമറിക്കണമെന്ന് താൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ബെൻ ഗിർ വ്യക്തമാക്കി. വെടിനിർത്തൽ സാധ്യമായാൽ ഗാസയിൽ ഇസ്രയേൽ ഇതുവരെ നേടിയതിനെല്ലാം തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് ബെൻ ഗിർ പറഞ്ഞു വെക്കുന്നത്. വെടിനിർത്തൽ കരാർ പാർലമെന്ററി നടപടികളിലൂടെ ഇസ്രയേൽ നീട്ടിക്കൊണ്ടുപോയ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ബന്ദിമോചനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ കയ്യിലുള്ള 33 ബന്ദികൾക്ക് പകരം ഇസ്രയേൽ 2000 ഫലസ്തീനികളെ വിട്ടയക്കണമെന്ന നിബന്ധനയെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തീവ്രവാദികളെയാണ് ഇസ്രയേൽ വിട്ടയക്കുന്നത് എന്നുമുള്ള പരാമർശവും അദ്ദേഹം നടത്തി. ഇസ്രയേലിന്റെ ഓരോ സിവിലിയൻ ബന്ദിക്ക് പകരമായി 30 ഫലസ്തീൻ ബന്ദികളെയും ഇസ്രയേൽ പുറത്തുവിടണം. കൂടാതെ ഓരോ ഇസ്രയേൽ വനിതാ സൈനിക ബന്ദിക്ക് പകരം 50 ഫലസ്തീൻ ബന്ദികളെയും പുറത്തുവിടണം എന്നതാണ് കരാർ. രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ നിന്നും ഹമാസ് മുഴുവൻ ബന്ദികളെയും കൈമാറണം. ഈ ഘട്ടത്തിൽ തന്നെ ഇസ്രയേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിന്മാറുകയും വേണം. മൂന്നാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം. കരാർ ഇങ്ങനെയാണെന്നിരിക്കെ ഇപ്പോഴും കരാറിലേക്ക് എത്തിയിട്ടില്ല ഇസ്രയേൽ. വെള്ളിയാഴ്ച നടക്കുന്ന യുദ്ധ ക്യാബിനറ്റിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വെച്ച ശേഷം ഇസ്രയേൽ പാർലമെന്റിലും ചർച്ചകൾ നടക്കും. ഇതിൽ അംഗീകാരം കിട്ടിയെങ്കിൽ മാത്രമാണ് ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറാവുകയുള്ളൂ. ഇതിനിടെ കരാറിൽ ഇസ്രയേൽ ഒപ്പിടുമെന്ന് നെതന്യാഹുവിൻ്റെതായി ഒരു പ്രസ്താവന വന്നതായി അൽ അറബിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ടിലും ഇസ്രയേൽ പാർലമെന്റിന്റെ അംഗീകാരം വേണമെന്ന് എടുത്തു പറയുന്നുമുണ്ട്. ഒരു ഭാഗത്ത് ബന്ധിമോചനത്തിനായുള്ള മുറവിളി ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ നടത്തുമ്പോൾ നെതന്യാഹു വ്യക്തി താല്പര്യത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി യുദ്ധം അന്തിമമായി നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്നാണ് ഇസ്രയേലിലെ സൈനികരുടെയും ബന്ദികളുടെയും ബന്ധുക്കൾ പറയുന്നത്. മറുഭാഗത്ത് ഫലസ്തീനെ അല്ലെങ്കിൽ ഗസയെ ഇന്ന് കാണുന്നതിനേക്കാൾ ക്രൂരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെന്നും അവരെ ആക്രമിക്കൽ നിർത്തരുത് എന്നുമുള്ള നിലപാടുള്ളവരും നടത്തുന്ന സമ്മർദ്ദം വേറെയുണ്ട്. ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് ബെൻ ഗുറിന്റെ രാജിനാടകം ഉൾപ്പെടെ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഗസയെ ആക്രമിച്ചേ മതിയാകൂ എന്ന നിലപാടാണ് ഇസ്രയേൽ മന്ത്രിസഭയിലെയും ഇസ്രയേൽ യുദ്ധ ക്യാബിനറ്റിലെയും സൈനികരിലെയും ചിലർക്കുള്ളത്. ഈ രണ്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരെയും എങ്ങനെ മറികടക്കാം എന്നതാണ് ഇസ്രയേൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് എന്നാണ് അറിയുന്നത്. ഏറെക്കാലമായി തുടരുന്ന കണ്ണില്ലാത്ത ക്രൂരതയുടെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചെതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഗുണകരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പദ്ധതിയെ ഇന്നും ഇസ്രയേൽ അവഗണിച്ചു മുന്നോട്ട് പോയാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതവും അതുണ്ടാക്കുന്ന പ്രയാസങ്ങളും ഇനിയും വലുതായിരിക്കും. അമേരിക്കയും ഖത്തറും ഈജിപ്തും ഇടപെട്ട് നടത്തുന്ന ശ്രമങ്ങൾ വിജയം കാണട്ടെ എന്ന് നമുക്ക് ആശിക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.